എന്തായാലും ഈ രണ്ട് ഉദ്യോഗസ്ഥന്മാരെ, അതായത് ആനന്ദിനെയും ദിനേഷ് കുമാറിനെയും സ്ഥലം മാറ്റിയതോടെ എല്ലാം കോംപ്ലിമെന്റ്സ് ആയി. ശുഭം. കേസ് തന്നെ ആവിയായിപ്പോയി. ഈ കേസില് ലാവ്ലിൻ കരാർ ഒപ്പുവെച്ചപ്പോ സാക്ഷിയായിട്ട് ഒപ്പിട്ട ഒരു വിദേശ മലയാളി വ്യവസായി ദിലീപ് രാഹുലിനും ഇതേപോലെ ED സമൻസ് അയച്ചു എന്നാണ് മാധ്യമങ്ങൾ പറയുന്നത്. പക്ഷെ അദ്ദേഹത്തിന് കിട്ടിയതായിട്ട് വിവരമില്ല. അദ്ദേഹം വന്ന് മൊഴി കൊടുത്തതായിട്ടും യാതൊരു വിവരവുമില്ല. അപ്പോ ED ഒരു കാര്യം ചെയ്തു. ഇന്റർപോളിന്റെ ബ്ലൂ കോർണർ നോട്ടീസ് അനുസരിച്ചുള്ള നടപടികൾക്ക് ഒരുങ്ങി. ഇന്റർപോൾ എന്ന് പറഞ്ഞാൽ രാജ്യാന്തര പോലീസാണ്. അവരെ ഉപയോഗിച്ച് ഇദ്ദേഹത്തിന് ഈ സമൻസ് എത്തിച്ചു കൊടുക്കാൻ, അല്ലെങ്കിൽ അദ്ദേഹത്തെ ഇന്ത്യയിൽ എത്തിക്കാൻ അതിനുവേണ്ടിയുള്ള നടപടികൾ തുടങ്ങി. പക്ഷേ അത് എത്രത്തോളം മുന്നോട്ട് പോയി എന്നും അറിയില്ല. ചേട്ടാ, മുഖ്യമന്ത്രി പിണറായി വിജയന്റെ മകൻ അയച്ച സമൻസ് ഇങ്ങനെ അപ്രത്യക്ഷമാകാമെങ്കിൽ, ആരും അറിയാതെ അന്തർസ്ഥാനം ചെയ്യാമെങ്കിൽ, വിദേശത്തുള്ള ദിലീപ് രാഹുലിന് അയച്ച സമൻസിന് എന്തു പറ്റിയെന്ന് ചിന്തിക്കാവുന്നതേ ഉള്ളൂ. ഈ തന്ത്രത്തിന്റെ മറ്റൊരു വേർഷനാണ് ഈ നയതന്ത്ര പാഴ്സൽ വഴി സ്വർണം കടത്തിയ കേസ്. അതോടൊപ്പം തന്നെ അത് ലൈഫ് മിഷൻ കേസ്. പാവപ്പെട്ട ആളുകൾക്ക് വീട് വെച്ചു കൊടുക്കുന്ന വടക്കഞ്ചേരിയിൽ അവിടെ നടന്ന സംഭവമാണ് ഈ രണ്ട് കേസുകൾ. അതിന്റെ അന്വേഷണ ചുമതലയുണ്ടായിരുന്ന ഒരു P. രാധാകൃഷ്ണ. അദ്ദേഹത്തിനെതിരായിട്ടും ഏതാണ്ട് ഇതേ മട്ടിലുള്ള ഒരു തന്ത്രമാണ് പ്രയോഗിച്ചത്. അത് നമ്മുടെ സർക്കാർ നേരിട്ടങ്ങ് ചെയ്തതാണ്, കേരള ഗവൺമെന്റ്.